എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ സോനാമർഗിൽ തന്നെ ഉള്ളത്. ഇന്നലെ സോനാമർഗൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇതേ നമ്മളെ കുന്നൊക്കെ വെയിലടിച്ച് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇതാണ് സോനാമർഗ് ടൗൺ കേട്ടോ. ഇതാണ് ചീപ്പ് ഇത് മറ്റേ ടാക്സിക്കാരെ സൗണ്ട് ടാക്സിക്കാരെ സ്റ്റാൻഡാണിത്. പിന്നെ ചീപ്പ് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാട്ടോ. ഇതിലിതേ ഈ വാനി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിലെ ഇവിടെ ഞാൻ താമസിച്ചത്. ഇവിടെ ആകെ 200 രൂപക്ക് ഡോർമെറ്ററി ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുറേ ആൾക്കാരുണ്ടാവും, അത്രേ ഉള്ളൂ. എന്നാലും 200 രൂപയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സീസൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റക്കുള്ളായിരുന്നു ഡോർമെറ്ററി. ഇവിടെ റൂമിന് 800 രൂപയാണ്. ഇവർ ഫുള്ള് സംസാരിക്കുമ്പോൾ ഫുള്ള് റൂമിൻ്റെ കാര്യം പറയുള്ളൂ. 800 600 എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ അപ്പുറത്തൊക്കെ ചോദിച്ചപ്പോഴൊക്കെ ലാസ്റ്റ് പ്രൈസ് എനിക്ക് 600 റൂം വരാൻ വേറെ എവിടെയും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്ടേ ഇവിടെ 800 ഉള്ളൂ എന്ന് പറഞ്ഞു. വേറെ ഇല്ലയെന്ന് പറഞ്ഞ് എന്നെ ഇറങ്ങി പോകുന്നപ്പോൾ പറഞ്ഞു ഡോർമെറ്ററി ഉണ്ട് വാന്ന് പറഞ്ഞ്. അതന്നെ. അപ്പോൾ ഒരുവിധം പോണോടത്ത് എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഹോട്ടലുകളിൽ തന്നെ ഡോർമെറ്ററി ഉണ്ടാവും പൊതുവേ, റൂമും ഡോർമെറ്ററിയൊക്കെ. അപ്പോൾ അന്ന് അന്വേഷിച്ചാൽ കിട്ടും. ടൗൺ പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ടൗൺ എന്ന് പറയുന്നത് ഒന്ന് ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ആണോ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സോജില പാസ് പിന്നെ അതുപോലെ 0 പോയിൻ്റ് ഒക്കെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി കിട്ടും. ഞാൻ സാധനം എടുത്ത് ഇറങ്ങട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി കാഴ്ചകളിലേക്ക് കിടക്കാം. ഗുഡ് മോർണിംഗ്. സോനാമർഗിലെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇതാ കഴിക്കണം. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഇതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ ഇതുണ്ടായതുകൊണ്ട് ഇനി പുറത്ത് പോയി കഴിക്കണ്ട വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കണം. കാരണം ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിച്ച് ജീവിക്കാൻ കഴിയില്ല. ഭയങ്കര സ്ട്രോങ്ങുമാണ് സാധനം. ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കഴിച്ച് നോക്കുക. മറ്റുള്ളവർക്ക് അപേക്ഷിച്ചത് ഒന്നുകൂടി സോഫ്റ്റ് ആട്ടോ. മറ്റേ ഇതിനു മുമ്പ് കഴിച്ച് ഭയങ്കര ഹാർഡായിരുന്നു. ഇത് പിന്നെ ചൂടൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഇതൊക്കെ കഴിച്ചപ്പോഴത്തെ ആൾക്കാർ ജീവിക്കണം. നമ്മളെ കൊണ്ട് കഴിയില്ല. ചായ ഉണ്ട്. അതെ, നേരം വെളുത്ത് അത്യാവശ്യമായി അടുത്ത വണ്ടി പിടിക്കാനായി. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ. പെട്ടു ഗൈസ്. ഞാനത് കുറേ നേരമായി ഇവിടെ നിൽക്കണ്. ഇവിടെ ഓപ്പോസിറ്റ് ശരിക്കൊരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്തു. എനിക്കിങ്ങനെ സോജില പാസ് 0 പോയിൻ്റ് പോകണം. ആകെ 20 കിലോമീറ്റർ ഉള്ളൂ. ഒരു പറയുന്നത് ഇവിടുന്ന് വണ്ടിയില്ല, ഷെയർ ക്യാബില്ല. ഇനി ഉണ്ടായിട്ടില്ല എന്ന് പറയണാവോ. കുറേ ഷെയറായി കണ്ട ആൾക്കാർ പോണ കാണുന്നുണ്ട്. നമ്മൾ ഒറ്റക്കാണ് കാണുമ്പോഴേ, നമ്മൾ ടൂറിസ്റ്റാന്ന് കാണുമ്പോൾ റേറ്റ് കൂട്ടും. ഓല് ഇവിടുന്ന് പിന്നെ ഒറ്റക്ക് മറ്റേ 0 പോയിൻ്റ് വരെ കൊണ്ടുപോകാൻ വേണ്ടി അവരെ 2500 രൂപ ആണെന്ന്. ആകെ 20 കിലോമീറ്റർ ഉള്ളൂ. ഇനിയിപ്പോൾ ഷെയർ ക്യാബ് കിട്ടൂല, ബസ് കിട്ടൂല എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഇവിടെ ഹോട്ടലിൽ ഞാൻ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ബസ്സും ഒക്കെ ഉണ്ടാവും, കുറവായിരിക്കും, പക്ഷെ എന്നാലും കിട്ടും, വെയിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനത്തെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. കുറേ നേരമായി. പിന്നെ 2500 കൊടുത്തൊന്നും പോകില്ല. കാരണം ഇവിടെ ആകെ 200 രൂപ ഉള്ളൂ റൂമിന്. കിട്ടണ വരെ വെയിറ്റ് ചെയ്യും. എന്നെ ഇനി കിട്ടിയില്ല ഇവിടെ തന്നെ നിൽക്കും. ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. മാക്സിമം ഇവിടെ തന്നെ നിന്നിട്ട് നമുക്ക് സോജില പാസ് വഴി പിന്നെ കാർഗിൽ വഴി ലേലെത്തണം. ലേലെത്താൻ വേണ്ടി നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത്. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം പണി കിട്ടിയ ഒരു കോലത്തിലാളുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സീസൺ അല്ലാത്തതുകൊണ്ട് നല്ല സമയത്തോടെ ട്രാവൽ ചെയ്യാൻ. പക്ഷേ ആളുകൾ ട്രാവൽ ചെയ്യുന്നില്ല. പിന്നെ ഇലക്ഷനും കാര്യങ്ങളും എല്ലാം കൂടി ആയതുകൊണ്ടേ ആളുകൾ യാത്ര ചെയ്യാൻ മടിക്കണം. ഷെയർ ക്യാബ് പോലും കിട്ടുന്നില്ല. മറ്റേ ഇഷ്ടം പോലെ ഷെയർ ക്യാബെങ്കിലും കിട്ടീന്, ബസ് കിട്ടിയില്ലെങ്കിലും. വെയിറ്റ് ചെയ്യാൻ നോക്കുക. എവിടെത്തും നോക്കുക. നമ്മൾ സോനാമർഗിൽ തന്നെ നിൽക്കുകയാണ്. ഏതെങ്കിലും വണ്ടി ഇട്ട് നോക്കുക. ഇനി ഒരു രക്ഷയില്ലെങ്കിൽ നമ്മൾ ഹിച്ച് ഹൈക്കിങ്ങിന് ശ്രമിക്കും കേട്ടോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഒരു രക്ഷയില്ലെങ്കിൽ ഹിച്ച് ഹൈക്കിങ്ങിന് ശ്രമിക്കും. നോക്കാം നമുക്ക്. അങ്ങനെ അവസാനമായിട്ട് ഒരു ട്രക്ക് കിട്ടിയിട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല. ആദ്യമായിട്ട് എൻ്റെ ഹിച്ച് ഹൈക്കിങ് ലൈഫിൽ ആദ്യമായിട്ടാണ്. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ട്രക്കിലൊക്കെ കയറിയിട്ട് കോളേജിൽ നിന്ന് വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ. പക്ഷെ ഇങ്ങനെ ഒരു ലോങ് ജേണിയിൽ ആദ്യമായിട്ട് കേട്ടോ ഒരു ട്രക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലുള്ള സ്ഥലങ്ങൾ മിസ്സാകുമോ എന്നുള്ളൊരു സംശയമേ ഉള്ളൂ. ആൾ കാർഗിൽ വരെ ഉണ്ട്. സമയം എടുക്കുമെന്ന് പറഞ്ഞു.
എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നോക്കുക, അതായത് ഏട്ടൻ താങ്ക് യു വെരി മച്ച്. ഇവിടെ ലോറിൻ്റെ സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് എന്തോ ആൾക്ക് ഇറക്കാനോ കയറ്റാനോ എന്തോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റേ വെയിങ് ബ്രിഡ്ജാണ്, വെയിറ്റ് നോക്കണ ഇതാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഈ വേറെ വണ്ടി കിട്ടുമോ നോക്ക്, കാരണം ഇത് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. ഏതും കിട്ടിയില്ലെങ്കിൽ മൂപ്പരപ്പം പോര് വേറെ വണ്ടി കിട്ടുമോ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടുമോ നോക്കുക, കാരണം കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ആൾ പറഞ്ഞത് അത് 4-5 മണിക്കൂർ വരെ നീളാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇത് കഴിഞ്ഞ് പോകുന്ന വണ്ടി ഏതെങ്കിലും കിട്ടുമോക്കട്ടെ. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവിടുന്ന് വെയിറ്റ് ചെക്ക് ചെയ്ത് വന്ന വണ്ടിയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് വെയിറ്റ് ചെക്ക് ചെയ്ത് കണ്ടപ്പോൾ ഇതിൽ എക്സിറ്റാണ് വല്. ഇവിടെ എക്സിറ്റ് ഉണ്ടാവും വേണമെങ്കിൽ. ഇത് ഇവിടുന്ന് ഏതെങ്കിലും വണ്ടി പോകുന്നവരെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോവാം, നോക്കുക. അങ്ങനെ കുറച്ച് നേരം പുറത്ത് പോയി വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടാവും. ഇത് ലേ വരെ പോകുന്ന ബസ് കിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പേടിപ്പിച്ചാണ്ട് ബസ് കിട്ടി. ഞാൻ ആ ഇതിൽ പോകുന്നിട്ട് കുറച്ച് ദൂരം പോകുന്നത്, അവിടുന്ന് പുറത്തിറങ്ങി റോഡിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ട് ബസ് വരുന്നത്. അതിലാണ് ഈ സീറ്റും ഉണ്ട് പൊളി. ഞാൻ ബാക്കിൽ സീറ്റില്ല വിചാരിച്ചാണ്ട് ഫ്രണ്ടിൽ കയറുന്നു കേട്ടോ. ബാക്കിലൊക്കെ സീറ്റ് ഉണ്ട്, കാരണം ചാടി കയറി ഓടിയിട്ട് ഏതായാലും ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ. നല്ല അടിപൊളി അടിപൊളി കാഴ്ചയും കണ്ടു യാത്രയുടെ റൂട്ടിൻ്റെ ഒക്കെ ലെവൽ മാറി. ശരിക്കും ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. ഭയങ്കര ഫീല്. ഞാൻ പക്ഷെ ഇത്ര പെട്ടെന്ന് ബസ് കിട്ടുന്ന പ്രതീക്ഷയില്ല. കുറച്ച് നേരം നിന്നുള്ളൂ. ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പുറത്തിറങ്ങി നിന്നുള്ളൂ. രാവിലെ അവിടെ കുറേ നേരം നിന്നു സോനാമാർഗിൽ. അവിടുന്ന് വണ്ടിയൊന്നും കിട്ടിയില്ല. ഏതായാലും ഇപ്പോൾ സമയം 10:30. ഇതേ ഇവിടുന്ന് നമുക്ക് വണ്ടി കിട്ടി. ഇനി നമുക്ക് അടുത്ത റൂട്ടിലേക്ക്. ഇത് പൊളിയല്ലേ, കാഴ്ചകളും കണ്ടേ അങ്ങനെ യാത്ര ചെയ്തിട്ടോ. ബസ്സിൻ്റെ ഫ്രണ്ടിലിരുന്നുള്ള മെച്ചതാ. നല്ല അടിപൊളി കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവാം. എന്ത് രസമാണ്. റോഡിൻ്റെ അപ്പുറമൊക്കെ 1 ഇഞ്ച് അപ്പുറത്തോ ചാടിയാൽ മതി. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ യാത്ര തുടങ്ങിയിട്ടോ. വളഞ്ഞ് തിരിഞ്ഞങ്ങനെ ചുരം കയറും കേട്ടോ. ഇത് ഇങ്ങോട്ടാണ് കയറുന്നത്. ഇത് കണ്ടോ, എങ്ങനെ അങ്ങോട്ട് എത്ര ഇത് കയറുന്നത്. കയറി നേരത്തെ വരെ കയറുമോ. ഇതുവരെ തണുപ്പ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. ഒരു 0 വരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും തോന്നുന്നു. മേലൊക്കെ ആയാലും പ്രശ്നമുണ്ട്. ഇതൊക്കെ എന്തൊരു മല ഇതൊക്കെ അല്ലേ. റേഞ്ച് മാറി മക്കളെ. മോനെ എത്ര ലോങ്ങ് കാണുന്നതൊക്കെ. ഒരു രക്ഷയില്ല. ആ റോഡ് മൊത്തത്തിൽ സ്ഥിരിട്ട് ചുളിഞ്ഞമാരുള്ള മല അല്ലേ. അവിടെ ആ സൈഡിൽ അല്ലെങ്കിൽ ഒരുപാട് ആനകൾ കൂട്ടം കൂടിക്കണമാരൊക്കെ തോന്നുന്നു. ഭീകരന്മാർ. എൻ്റെ മോനെ. എൻ്റെ ബാക്കിലുണ്ടോ, എൻ്റെ ബാക്കിൽ പാറക്കല്ലിൻ്റെ മല വേറെ ഉണ്ട്. തലയുയർത്തിക്കണം അവിടെയൊക്കെ ഉണ്ട്. രക്ഷയില്ലാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ട് ദൂരം ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോൺ മെമ്മറിയാണ് ഫുള്ളാവുന്നല്ലാതെ ക്യാമറയുടെ മെമ്മറി ബാറ്ററി തീരുന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കൊന്നുമില്ല. കാഴ്ചകൾ അത്രയും കണ്ടോ. അത് പറ്റുന്നില്ല. ഒരു തരം കല്ലും മണ്ണും തന്നെയാണ് അത്. പക്ഷേ അതിൻ്റെ അടി കൂടെ പാറയുണ്ട്. ഇത് പാറ അതിൻ്റെ അടി കൂടെ എല്ലാം ഉണ്ട്.
സീറ്റ് ബെൽറ്റ് ഓഫ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഓണാണ്. അത് ഡ്രൈവറോടാണ്. അല്ല, ഇവിടെ ശരിക്കും മൊബൈൽ ഓഫാക്കിയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കണ്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി ലോറി കഥ മെല്ലെ പോകണുള്ളൂ. എത്ര ദൂരെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നു. എന്നും ഈ റോഡിൽ പോകുന്നവർക്ക് എന്ത് തേങ്ങയാണ് പോലും. അവർക്ക് ബുദ്ധിമുട്ടായി ഈ വളവും തിരിവും മണ്ടാറൊന്നും ഇറങ്ങാനും വരാം. നമുക്കൊരു വല്ലപ്പോഴും പോകുമ്പോഴല്ലേ ഇതിൻ്റെ രസം. ഇതാണെങ്കിൽ കണ്ടാലും മടുക്കാത്ത ആസ്വദിക്കുന്നവർക്ക്, ഭൂപ്രകൃതി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ഉള്ള പറുദീസാണിത്. ഐസിൻ്റെ ഇതൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഐസ് വീണ് ഐസിന് മുന്നിൽ കിടക്കുന്ന സ്ഥലമാണിത്. അതൊക്കെ ഇനി കുറച്ച് 2 മാസം കഴിഞ്ഞാൽ അതൊക്കെ ക്ലോസ് ചെയ്യും. ഫുൾ ഐസായിരിക്കും. വെള്ള വില ആർക്കും കാണാൻ പോലും പറ്റില്ല, ഇങ്ങോട്ടൊന്നും വരാൻ കഴിയില്ല. ഇവിടെ ഈ വ്യൂ പോയിന്റിൽ ഒരുപാട് ആൾ നിർത്തിക്കണ്. ആ ബൈക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്ക് വിഷമം. വണ്ടിയിലല്ല, കാരണം കാറിൽ പോകണില്ലാറ് നല്ല എക്സ്പീരിയൻസ് എനിക്ക് ബസ്സിലായിട്ട് തന്നെ തോന്നുന്നു. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബൈക്ക് റൈഡ് തന്നെയാണ്. അതിനോടൊക്കില്ല വേറൊന്നും. ബസ് ഭയങ്കര രസമാട്ടോ യാത്ര, ഒരു രക്ഷയില്ല. നമുക്കിങ്ങനെ ഉയർത്തിരുന്നിട്ട് നമുക്കൊക്കെ ഇങ്ങനെ കറക്റ്റ് കാണാലോ. റോഡൊക്കെ അവിടെയൊക്കെ പൊളിഞ്ഞിട്ട് അവിടെ വാട്ടർഫാള്. വീണ്ടും അങ്ങനെയുള്ള സ്പോട്ടുകൾ തന്നെ കേട്ടോ ഫുള്ള്. ഇപ്പുറത്ത് പാറ, ഇപ്പുറത്ത് കൊക്ക. മേലെ കയറിയപ്പോൾ കുറച്ച് വീഡിയോ കൂടുതല റോഡിന്. റോഡ് മറ്റേ കല്ലാണല്ലോ, കല്ല് പതിച്ചേക്കുക, അല്ലാതെ ടാറല്ലത്. കട്ട പതിച്ചേക്കുക. ഏതായാലും ഇടയ്ക്കിടയ്ക്ക് ലോറികൾ ഇങ്ങനെ വരുന്നു. കറക്റ്റ് അളന്ന് മുറിച്ചുള്ള ഡ്രൈവിങ്ങാണ്. ഓരോ വളവെത്തുമ്പോഴേ അപ്പുറത്തുള്ള കാഴ്ച എന്തായിരിക്കും എന്നുള്ള ഒരു ഉണ്ടാകും. ചാടികള് സംഭവമൊന്നുമല്ലോ, മൊത്തം മേലൊന്ന് പൊളിഞ്ഞ് ചാടിയില്ല. ഇവിടുന്ന് റൗണ്ട് അടിക്കാം. എത്ര മേലെന്നാ ചാടിയോ. കാഴ്ചകളുടെ കട്ടി കൂടുക കേട്ടോ. റോഡുകൾ ഇങ്ങനെ താഴെ കൂടുണ്ട്,
വണ്ടി നിർത്തിയിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. രാവിലെ നമ്മളെ റൊട്ടിയും ചായയും കുടിച്ചതാണ്. നമ്മളെ യാസിറിൻ്റെ യാസിറിൻ്റെ തോട്ടത്തിലെ എന്തായിരുന്നു ആ പയൽഗാം, അനന്തനാഗ് ബെഹേറ അവിടെയുള്ള അവൻ്റെ തോട്ടത്തിലെ ആപ്പിളാട്ടോ. അപ്പം ഈ ആപ്പിളും കഴിച്ച് കാഴ്ചകളും കണ്ടിങ്ങനെ യാത്ര പോകട്ടോ. മിലിറ്ററി വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ സോജില വാർ മെമ്മോറിയൽ സൈറ്റ് ഉണ്ട് ഇവിടെ. ഒരുപാട് വാഹനങ്ങളാണല്ലോ ക്യൂല്. എന്താ സംഭവം, പട്ടാളക്കാരൊക്കെ ഉണ്ട് ഒരുപാട്. ഇതാ സോജില വാർ മെമ്മോറിയൽ സൈറ്റാണിത്. കറക്റ്റ് സമയത്താണ് ലോറി മുന്നിൽ വന്നത്. വേഗം പോവോ ലോറിയെ. ഇതാണ് സോജില വാർ മെമ്മോറിയൽ. അത് സോജില വാർ മെമ്മോറിയൽ. അവിടെ എഴുതിച്ചിട്ടുണ്ടല്ലേ ഒരു ഫുള്ള് പട്ടാളക്കാരാണ്. അതിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ റിവർ ഒഴുകുന്നു, ചെറിയ അരുവി. ഇവിടെ ഇതിനൊത്തിരി വാഹനങ്ങളോ. മറ്റേത് യുദ്ധവാഹനം. എത്രയല്ലേ, ഞാനെന്താ വണ്ടി പിടിച്ചിട്ടായിരുന്നു. ഇതൊക്കെ പട്ടാളക്കാര വാഹനങ്ങളാട്ടോ. ടാങ്കുകളാണ്, ടാങ്കുകൾ. എത്ര ടാങ്കുകൾ. കാരണം ഇത് ബോർഡറാണ്, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ്. ഇനി നമ്മൾ പോകുന്നത് കാർഗിലേക്കാണ്. കാർഗിലും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ്. ഫ്രണ്ടിലേക്കുള്ള വ്യൂ നോക്കി. അവിടെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ബസ് യാത്ര അതൊരു വൈബ് തന്നെ കേട്ടോ. റോഡ് പണി എടുക്കുന്നുണ്ട് ഇവിടെ. JCB വഴിമുടക്കി. പണിയെടുക്കുന്ന റോഡ് പണി. റിസ്ക് യാത്ര. ഡ്രൈവറായിട്ടും പുലിയ. തട്ടിയില്ലാറുണ്ട് പോയിരുന്നു. ഈ സൈഡ് മോട്ടോർ ഈ സൈഡ് ആകെ പൊഴിച്ചു വെച്ചിട്ടുണ്ട്. പൊട്ടിപ്പാറിച്ചുള്ള യാത്ര കേട്ടോ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ഈ
സീറോ പോയിന്റിൽ ഇറങ്ങാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അവിടെ പിന്നെ അക്കോമഡേഷൻ ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. കാരണം ആകെ കുറച്ച് പെട്ടിവീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫുള്ള് ഇതുപോലത്തെ കുന്നും മലകളുമാണ്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാണ്ട് തിരിച്ച് വണ്ടി കിട്ടിയില്ലെങ്കിൽ അവിടെ അക്കോമഡേഷൻ കിട്ടില്ല. രണ്ട് ആ സ്നാക്സും കാര്യങ്ങളും അങ്ങനത്തെ ചായയും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ഫുഡുകളും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. പിന്നെ മൂന്ന് അവിടെ നിങ്ങൾക്ക് തിരിച്ച് വണ്ടി കിട്ടില്ല. കാരണം ഇവിടെ ഇറങ്ങിയാൽ പിന്നെ ഇവിടുത്തെ കുന്നുമലയൊക്കെ കയറി ഇറങ്ങുമ്പോൾ വൈകുന്നേരമാവും. പിന്നെ വണ്ടി കിട്ടില്ല. നാലാമത്തത് നല്ല വെയിലാണ്. തണുപ്പാണ്, പ്രശ്നമൊന്നുമില്ല, വലിയ ഫീലൊന്നുമില്ല. അതായത് വെയിലിൻ്റെ വലിയ ഫീലൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ വെയിലും കൊണ്ട് ആ കുന്നും മലയും കയറി ഇറങ്ങി ഇതിൻ്റെ ബാഗും എല്ലാം കൂടെ കൊണ്ട് കുന്നും മലയും കയറി ഇറങ്ങുമ്പോൾ അതിന് പൂതി കഴിയും. പിന്നെ കാഴ്ചകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളും ഉള്ളൂ. അതെല്ലാം കൂടി നോക്കുമ്പോൾ സീറോ പോയിന്റിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. പക്ഷേ അവിടുത്തെ ഒരു അടിപൊളി വ്യൂ മിസ്സായി തീർച്ചയായിട്ടും. റോഡോടി ഒരുപാട് ദൂരമായിട്ട് മറ്റേ കട്ട മുറ്റത്തൊക്കെ പതിക്കുന്ന കട്ടല്ലേ, അതിനെന്താ പറയുക, അങ്ങനത്തെ ആ കട്ടയാണ് ഒരുപാട് ദൂരമായിട്ട് കിലോമീറ്ററുകളായിട്ട് റോഡിലിട്ടുള്ളത്. ടാറല്ല. എനിക്ക് തോന്നുന്നത് അതായിരിക്കും ടാറിനേക്കാൾ വേണമെങ്കിൽ ഡ്യൂറേഷൻ ലോങ് കിട്ടുക, ലോങ് ഡ്യൂറേഷൻ നിൽക്കുക. അതുകൊണ്ടായിരിക്കാം. ഏതായാലും പക്ക ഡ്രൈ ഏരിയ. റോഡ് പണി നല്ല സജീവമായിട്ട് നടക്കുന്നുണ്ട്. സീസൺ ആകുമ്പോഴേക്ക് റോഡ് വൃത്തിയാക്കുമായിരിക്കും വേണമെങ്കിൽ. അവിടെ ആ ബോർഡിൽ എന്തോ എഴുതിയിട്ടുണ്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതായത് സ്പീഡ് പോരുത് എന്ന്. ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഈവൻ ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ വാണിംഗ് ആണ്. റോഡ് പണി ഏതായാലും ഇഷ്ടംപോലെ JCB കാര്യങ്ങളും എക്സ്കവേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് പണി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ മറ്റേ ടവറുകൾ കാണുന്നുണ്ട്, പക്ഷെ റേഞ്ചില്ല. റേഞ്ച് ഇപ്പോൾ ഏകദേശം കുറേ ദൂരം മുമ്പേ റേഞ്ച് പോയതാണ്. അരുവി എന്തല്ല മേലെ ഐസാണ്, മേലെ ഐസാണ്. ഓ പൊളി ഐസ്, മേലൊക്കെ ഐസാണല്ലേ. അപ്പോൾ താഴേക്കൊക്കെ വൈകാതെ എത്തും. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, ഒരു ഇഞ്ച് അങ്ങോട്ട് തെറ്റിയ താഴേക്കാം. ഈ സൈഡിൽ പാറ. ഈ സംഭവം ഇങ്ങനെ കേട്ടുകിടുന്നല്ലാതെ ഒരു സൈഡിൽ പാറ, മറ്റേ സൈഡിൽ കൊക്ക, വലിയ കുഴി. അതിങ്ങനെ കുറേ കേട്ടിടുന്നല്ലാതെ എപ്പോഴാണ് അതൊക്കെ ആസ്വദിക്കുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഗ്യാപ്പില്ല. ഒരു വണ്ടി വന്നാൽ പിന്നെ ആ സൈഡിലേക്ക് എടുത്ത് മെല്ലെ മെല്ലെ പോകണം. അത്രയേ ഉള്ളൂ റോഡിൻ്റെ വീതി. അടിക്കാണെങ്കിലും വീണ് കഴിഞ്ഞാൽ അതേ നമ്മൾ ഇഞ്ചി ആച്ചാതി ദൂരത്താ. എച്ചാതി റോഡാ നോക്കിട്ടോ. സോജില്ല, ഇതാണ് സോജില്ല പാസ് കേട്ടോ. സോജില്ല പാസിൽ കടന്നു പോലെ എൻ്റെ മോനെ എച്ചാതി പൊളി. അടിയിലോട്ട് പാറയും എൻ്റെ ബസ് കുലുങ്ങി കുലുങ്ങി. ഒരു രക്ഷയില്ല കേട്ടോ. സൈഡിൽ ഇങ്ങനെ നല്ല സ്ട്രോങ് പാറ. ആ പാറയൊക്കെ കുത്തി പൊളിച്ചാണ്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. വല്ലാത്ത ജാതി തന്നെ അല്ലേ. ഇതിലൊക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ തന്നെ നല്ല പണി. ജാതി ബസ്സൊക്കെ കൊണ്ട് പോകണമെങ്കിൽ ബൈക്കാർക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല റൈഡിങ്. സാധനം. എല്ലാവർക്കും സോജില പാസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഏകദേശം 11,600 അടി ഉയരത്തിൽ നിൽക്കുന്ന സോജില പാസ്. നല്ല തണുപ്പ്.
അവിടെ ഭയങ്കര അപകടകരമായിട്ടുള്ള ബസ് യാത്ര, അതിമനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസാണ്. അപ്പോൾ നമുക്ക് സോജില പാസിൻ്റെ കാഴ്ചകൾ കാണാം. സോജില പാസിൻ്റെ അതിഭീകരമായിട്ടുള്ള കാഴ്ച കേട്ടത്. റോഡ് നോക്കി, പാറ തുറന്നിട്ട് അവിടെയുള്ള റോഡ്, ചെറിയ റോഡ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. താഴേക്ക് ഭയങ്കരമായ കുയല്ലേ, കുയി. എച്ചാതി വ്യൂവാ. സോജില പാസിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഇതിലൂടെ ബൈക്കും കൊണ്ട് ഒരിക്കൽ വരണം, അത്രയും അടിപൊളി എക്സ്പീരിയൻസാണ്. അപ്പോൾ എല്ലാവർക്കും കാഴ്ചകളൊക്കെ ഇഷ്ടമായി കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളി. അടിപൊളി ലേ ലഡാക്കിൻ്റെ വീഡിയോസൊക്കെ വരാനുള്ള അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.